ഡോറയുടെ പ്രയാണത്തിന്റെ മറ്റൊരു യാത്രാവിശേഷത്തിലേക്ക് പോയാലോ? തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് നടത്തിയ ഒരു 2 ദിവസത്തെ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ. ഇത് സ്പെക്ട്ര ഡെക്കോർ എന്ന് പറയുന്ന ഇന്റീരിയർ ഹബിലെ സ്റ്റാഫും അതേപോലെ തന്നെ ഇതിന്റെ എല്ലാമായ ഓണേഴ്സുമാണ് ഈ യാത്രയിലുള്ളത്. ഏകദേശം ഒരു 65ഓളം ആളുകളുണ്ട്. ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതൊന്നല്ല. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു യാത്ര സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും സന്തോഷം എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടുന്ന ആ ഒരു സമയമാണല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ടൈം കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റാർട്ട് ചെയ്തു. നേരെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ നിന്നുള്ള വെൽക്കമാണ് ഈ കാണുന്നതും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങളെ തണുപ്പിക്കാനായിട്ട് ഒരു മഴ ഇങ്ങ് വന്നു. മഴ വന്നു കഴിഞ്ഞാൽ മൂന്നാറിൽ തണുപ്പുണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നല്ലൊരു ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് കിട്ടിയത്. പിന്നെ കുറച്ച് ഒഫീഷ്യൽ പരിപാടികളായിരുന്നു. ഇത്രയും വലിയൊരു സ്ഥാപനമാകുമ്പോൾ, ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാകുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും സെലിബ്രേഷൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കേക്ക് കട്ടിങ്, പിന്നെ ഇന്ന് 2 പേരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് സംസാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളും പാട്ടും പരിപാടികളും ഒക്കെ ആയിട്ട് കുറച്ചു നേരം കൂടിയിട്ട് പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ നമ്മുടെ DJ. ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആരെങ്കിലും സീറ്റിലിരിക്കുമോ? ഒരാളും തുള്ളാത്തതില്ല. അത്ര നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. ഫുഡ് കഴിച്ചു, നേരെ കിടന്നുറങ്ങി. ഒരു 2 മണിയെങ്കിലും ആയി കാണും കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക്. പിറ്റേ ദിവസം നേരെ സൈറ്റ് സീയിങ്ങിന് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അവരവരുടേതായിട്ടുള്ള റീൽ എടുക്കലും ഫോട്ടോ എടുക്കലും അതെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രായം കുറഞ്ഞത് മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളും ഇവരുടെ സ്റ്റാഫിന്റെ ഗണത്തിൽ പെടുന്നവരാണ്. ഇവരൊരു മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് എന്നുള്ള യാതൊരു ജാഡ്യം ഇല്ലാണ്ടാണ് ഇവരുടെ സ്റ്റാഫിന്റെ അടുത്ത് പെരുമാറുന്നത്. അവരും അങ്ങോട്ട് തിരിച്ചു അങ്ങനെ തന്നെ. ശരിക്കും അതാണ് ഞാൻ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത്. അങ്ങനെ ഒരു വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. പക്ഷേ ഒരു ട്രിപ്പിന്റെ ആ ഒരു എൻജോയ്മെന്റിൽ എല്ലാവരും കൂടാനുള്ള ഒരു കാര്യവും അത് തന്നെ ആയിരിക്കും. എന്തായാലും ഇങ്ങനൊരു യാത്ര സംഘടിപ്പിക്കാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.